പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഈ ആഴ്ച ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളും അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഇവരെ കാത്തിരിക്കുന്ന മറ്റ് കാര്യങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർ 68, 35, 12 എന്നീ സംഖ്യകളിൽ വരുന്ന ഭാഗ്യ നമ്പറുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഈ നമ്പറുകൾ തിരഞ്ഞെടുത്താൽ ഒരു ലോട്ടറി ഭാഗ്യം വരാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. ഇനി ഈ ആഴ്ച ഇവർക്ക് ലഭിക്കുന്ന മറ്റ് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. കണ്ണുകൾക്ക് കാഴ്ചക്കുറവ് അനുഭവപ്പെടാനും ശരീരക്ഷീണം, നീർവീഴ്ച ഇവ ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ്. വാഹനം വാങ്ങാൻ യോഗമുണ്ട്. ശത്രുക്കൾ മിത്രങ്ങളായിട്ട് മാറും. ഈശ്വര പൂജയിൽ ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. മാരക രോഗങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു തുടങ്ങും. സജ്ജനങ്ങളുടെ എതിർപ്പിനെ നേരിടേണ്ടതായിട്ട് വരും. എല്ലായിടത്തും മാന്യമായ സ്ഥാനം ലഭിക്കും. പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചു തുടങ്ങും. ത്വക്കുബന്ധിയായ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. പാപപ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടും. മനസ്വസ്ഥത വർദ്ധിക്കും. മുൻകോപം കുറഞ്ഞു തുടങ്ങും. ദുർവിചാരങ്ങളും മാറിത്തുടങ്ങും. ദോഷപരിഹാരാർത്ഥം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ അപരാധ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർ 77, 52, 60 എന്നീ ഭാഗ്യ നമ്പറുകൾ ഉള്ള ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് കാര്യങ്ങളും സാധിച്ചു കിട്ടും. ശരീരക്ലേശവും മനക്ലേശവും കൂടുതലാകാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം, യന്ത്ര തകരാറുകൾ, കലഹങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് കരകയറും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങും. പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ സഫലമാകും. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും. മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠ ഉണ്ടാകും. സഹോദരങ്ങളുടെ യോജിപ്പും ഉണ്ടാകും. ഇവർ ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നിവേദിച്ച് പ്രാർത്ഥിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരമുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. ഇവർ 21, 53, 86 എന്നീ ഭാഗ്യ നമ്പറുകൾ ഈ ആഴ്ചയൊന്ന് തിരഞ്ഞെടുത്താൽ ചെറിയൊരു തുകയെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിശേഷ അലങ്കാര സാധനങ്ങളോ
വിലപിടിപ്പുള്ള മറ്റ് സമ്മാനങ്ങളോ ലഭിക്കാൻ ഭാഗ്യമുണ്ട്. പലവിധ ആപത്തുകളിൽ നിന്നും കരകയറുകയും ചെയ്യും. വ്രണങ്ങൾ, രക്തസ്രാവം, വിളർച്ച ഇവ ശ്രദ്ധിക്കണം. മാനക്ഷയത്തിന് ഇടയുണ്ട്. മനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും കുറഞ്ഞു തുടങ്ങും. ധനകാര്യ പ്രവൃത്തികൾ ഭംഗിയായിട്ട് നടക്കും. ഉപാസനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾക്കിടയുണ്ട്. ദൂരയാത്രകൾ വേണ്ടിവരും. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയം തന്നെയാണ്. ഇവർ ഭാഗ്യ അനുഭവങ്ങൾ ഇരട്ടിക്കാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർ തിരഞ്ഞെടുക്കേണ്ട ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പറുകൾ 70, 34, 29 എന്ന ഭാഗ്യ നമ്പറുകളൊക്കെ ലഭിച്ചാൽ എടുക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ആഴ്ച നിങ്ങളെ ലോട്ടറി ഭാഗ്യം തുണയ്ക്കും. അതോടൊപ്പം തന്നെ സഹോദര ബന്ധങ്ങൾ ദൃഢമാകാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അക്ഷമ കൂടുതലാകും. മരണതുല്യമായ ചില അവസ്ഥകളും അതിജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഈ ആഴ്ചയുണ്ട്. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. ചില ആപത്തുകൾക്കും അപകടങ്ങൾക്കും ഇടയുണ്ട്. പൂർവികമായി അറിഞ്ഞു വന്നിരുന്ന കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വേണ്ടിവരും. ഭാര്യ ഭർത്തൃ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉദരരോഗം, നേത്രരോഗം, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ അവസരങ്ങളുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പറ്റിയ സമയമാണ്. പുതിയ കമ്പനികൾ ജോലിക്കായിട്ട് ശ്രമിച്ചാൽ തൊഴിൽ സാധ്യത കൂടുതലാണ്. തീർത്ഥാടനങ്ങൾ, വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താൻ അവസരം കിട്ടും. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ, മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. 16, 31, 20, 24 ഇതാണ് ഈ നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ. ഈ ലോട്ടറികൾ തിരഞ്ഞെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മറ്റ് ഫലങ്ങൾ കൂടി ഒന്ന് നോക്കാം. വീട്ടിൽ സ്വസ്ഥത കുറയാനും ചിലവുകൾ കൂടുതലാകാനും സാധ്യതകൾ കാണുന്നുണ്ട്. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് ആദരവ് ലഭിക്കും. സഹോദരർക്ക് ധനലാഭങ്ങൾ ഉണ്ടാകും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകാനുള്ള എല്ലാ ഭാഗ്യവും ഇവർക്ക് കാണുന്നുണ്ട്. സ്വജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. മനോവിചാരങ്ങൾ കൂടുതലാകും. കള്ളന്മാരുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടും. സുഖ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശില്പവേല ചെയ്യുന്നവർക്ക് നല്ല അവസരമാണ്. ആശയങ്ങളെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ഗുഹ്യരോഗങ്ങൾ, അർശോരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി, കദളിപ്പഴ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മകരക്കൂറിൽ പിറന്ന ഉത്രാടം നക്ഷത്ര ജാതകർ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് ഒന്ന് നോക്കാം. ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകൾ 20, 42, 13, 61 എന്നീ ഭാഗ്യ നമ്പറുകളാണ് ഈ ആഴ്ച ഇവരെ തുണയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒട്ടനവധി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുമുണ്ട്. എല്ലാവർക്കും ഹിതകരമായി പ്രവർത്തിക്കാൻ സാധിക്കും. അധികമായുള്ള സംസാരം നിർത്തണം. ഭാഗ്യ അനുഭവങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. വീട്ടു ചെലവുകൾ കുറഞ്ഞു തുടങ്ങും. കഫം അധികരിച്ചിട്ടുള്ള അസുഖങ്ങൾക്ക് ഇടയുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ശരീരത്തിന് ചടവും ക്ഷീണവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾക്ക് സന്തോഷ അനുഭവങ്ങൾ ലഭിക്കും. കിട്ടാനുള്ള പണത്തിൻ്റെ കാലതാമസം മാറിവരും.
പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. പുതിയ വീടിൻ്റെ പണിയും തുടങ്ങാൻ നല്ല അവസരങ്ങൾ കിട്ടും. പുതിയ ആശയങ്ങൾ ലഭ്യമാകും. അപ്രതീക്ഷിതമായ ചില ധനവിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രയംബക മന്ത്ര പുഷ്പാഞ്ജലി, കടുംബായസ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.